Dear students, my name is Dottie John. I am a faculty of physics department. I am the coordinator of the tutorial and the mentoring activities of our college. First of all, a very hearty welcome to all the first year students to our college. We are eagerly waiting to teach you, to know you and to grow together. ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. കാരണം നമ്മുടെ ട്യൂട്ടോറിയൽ മെൻറ്ററിങ് ആക്ടിവിറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ രീതിയിലാണ് നടക്കുന്നത്. ആ ഫ്രീഡം നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് ടു യു അബൌട്ട് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഗോയിങ് ഓൺ ഇൻ അവർ കോളേജ്. ജസ്റ്റ് an introduction on what is tutorial and what is mentoring. Let us start with tutorial. Any activity organized by a department to help you study better. സിലബസിൻ്റെ ഉള്ളിലുള്ള ടോപ്പിക്സ് കൂടുതൽ നന്നായി പഠിക്കാൻ വേണ്ടി ഏത് എക്സ്ട്രാ ആക്ടിവിറ്റി ആണോ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതെല്ലാം ട്യൂട്ടോറിയൽ എന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരും. ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ്ട്രാ പ്രോബ്ലം സോൾവിങ്, സയൻസ് സ്റ്റുഡൻസിൻ്റെ കേസിൽ, ഫിസിക്സ് മാത്സ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ കേസസിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ്, എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് നമ്മൾ ട്യൂട്ടോറിയൽ ക്ലാസ് അവേഴ്സിലായിരിക്കും. അതേപോലെ തന്നെ ചില പോർഷൻസ് കുട്ടികൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ, കൂടുതൽ ടീച്ചിങ്, കൂടുതൽ സമയം നമ്മൾ അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അത് ട്യൂട്ടോറിയൽ അവേഴ്സിൽ നടത്താം. അതേപോലെ തന്നെ ഇൻറ്റേർണൽസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 ടെസ്റ്റുകൾ മാത്രം നടത്തിയാൽ മതി. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് പേപ്പേഴ്സ്, ക്വിസസ്, സെമിനാർ പ്രസൻറ്റേഷൻസ്, എസ്പെഷ്യലി പ്രോബ്ലംസ് ചെയ്യുന്നത്, എക്സ്ട്രാ ചെയ്യുന്നതൊക്കെ നമ്മൾ റിവിഷൻ ടൈമിലാണ്. പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ എക്സ്ട്രാ ടെസ്റ്റ്, സെമിനാർസ്, ക്വിസസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ട്യൂട്ടോറിയലിൻ്റെ ഹെഡിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, വേറെ ഒരു വളരെ സ്ഥിരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അത് ട്യൂട്ടോറിയൽ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി എനി ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ അക്കാഡമിക് സിലബസ് ബെറ്റർ കംസ് അണ്ടർ ദ ഹെഡ് ട്യൂട്ടോറിയൽ. ഓക്കെ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇൻറ്റേർണൽസ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ അറ്റൻഡൻസ്, ഈ 4 എക്സ്ക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ട്യൂട്ടോറിയൽസിൽ വരിക. ഈ 4 കംപ്ലീറ്റ്ലി ഇൻറ്റേർണൽ അസസ്മെൻറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഇത് ജനറലായിട്ട് ഹോൾ ക്ലാസ്സിന് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ ചെറിയൊരു സെക്ഷൻ ഓഫ് സ്റ്റുഡൻസിനെ എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഫോർ ദ ഹോൾ ക്ലാസ് ഓർ ഫോർ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. നൗ ലെറ്റ് us see what is mentoring. നിങ്ങൾ പലരും ഈ വാക്ക് കേട്ടിട്ടുള്ളവരായിരിക്കും. എല്ലാ സ്റ്റുഡൻറ്റിനും ഒരു ട്യൂട്ടറും ഒരു മെൻറ്ററും ഉണ്ടാകും. ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് അറൗണ്ട് 30 ആണെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടർ തന്നെയായിരിക്കും നിങ്ങളുടെ മെൻറ്റർ. പക്ഷെ ചില ക്ലാസ്സുകളിൽ മോർ ദാൻ 30, അതായത് മോർ ദാൻ 40 സ്റ്റുഡൻസ് ഒക്കെ ഉള്ളപ്പോൾ പേഴ്സണൽ കെയർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ടീച്ചറും മതിയാവില്ല. അങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് 2 മെൻറ്റേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സംടൈംസ് യുവർ ട്യൂട്ടർ മേ ബി യുവർ മെൻറ്റർ, but sometimes it will be 2 different teachers. So it may or may not be the same teacher. ട്യൂട്ടർ, മെൻറ്റർ എന്ന് പറയുന്നത് എന്തായാലും ഒരു സ്റ്റുഡൻറ്റിന് ഒരു ട്യൂട്ടറും ഉണ്ടാകും, ഒരു മെൻറ്ററും ഉണ്ടാകും. You can go to your tutor for any academic related problems. പഠിത്തമായിട്ട് സംബന്ധിച്ച എന്ത് പ്രശ്നവും ട്യൂട്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ക്ലാസ്സസ് വേണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ ഒക്കെ നമ്മൾ ട്യൂട്ടേഴ്സിനെയാണ് അപ്രോച്ച് ചെയ്യുക. അതേസമയം ഫോർ എനിത്തിങ് എൽസ് യു ക്യാൻ ഗോ ടു യുവർ മെൻറ്റർ. You can go to him or her for motivation, for advice, for success tips, for direction, coaching, support, anything, any problem you face, any challenge you have, any concern you have, you can go to your mentor.
I cannot talk to you about the specific tutorial mentoring activities that's going on, because like I told you, it is different for different departments. Basically, a mentor will help you to think clearly, deal with your problems efficiently, be it academic, emotional, social, anything. He or she can help you ease your mental strength, uh, ease your mental stress, increase your mental strength, set a goal in life, basically be happy and content in your life. അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കാര്യത്തിലെല്ലാം വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളൊന്നും അല്ല നിങ്ങളുടെ ടീച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരിധി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലാണ് നമ്മുടെ പ്രോബ്ലംസ് എങ്കിൽ, കാര്യങ്ങളെങ്കിൽ, നമ്മളെ കൗൺസിലിംഗ് സെല്ലിലേക്ക് റെഫർ ചെയ്യാനും ഒക്കെ ടീച്ചേഴ്സിന് കഴിയും. എന്ത് തന്നെ ആയാലും നിങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാവുന്നതാണ്. Basically, what I have to tell you is, we are here for you. You don't have to worry. These 3 years, there is nothing wrong in asking help. You just have to ask. We'll be very happy to help you. Let's grow wiser, happier together these 3 years. All the best, and thanks a lot.